ഹലോ നമസ്കാരം. നമുക്ക് വേണ്ട ജ്വല്ലറീസ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ് ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിന് 20 രൂപയേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോസ് പെൻഡൻറ്റ് ഉണ്ടാക്കാം, അതും ടൂൾസ് ഒന്നും ഇല്ലാതെ തന്നെ. ഇതിനകത്ത് 2 പാക്കറ്റ്സ് ഉണ്ടാവും, ഒന്നൊരു ഡാർക്ക് കളറുള്ളതും ഒന്നൊരു വൈറ്റും. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഞാൻ വാങ്ങി വെച്ചിട്ട് കുറച്ചായി, അതുകൊണ്ട് തന്നെ ആ വൈറ്റ് നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് നല്ല കഷ്ടപ്പാടാണ്. അപ്പോൾ ഞാൻ കുറച്ച് പൗഡർ കൂടി എടുക്കുന്നുണ്ട്. ടാൽക്കം പൗഡറാണ് എടുത്തിട്ടുള്ളത്, ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ടും കൂടി. ഇതൊരു വൈറ്റ് കളർ ആവുന്നത് വരെ മിക്സ് ചെയ്യണം. ഒരു 5-6 മിനിറ്റ് മതി, അതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറാവും. അപ്പോൾ അതാ നമുക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ പൗഡർ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം വലിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ ബാക്കിയുള്ളതിന് ഈക്വൽ പാർട്സ് ആക്കിയിട്ട് കട്ട് ചെയ്യാം. ഏകദേശം ഈക്വൽ ആവുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ആദ്യം മാറ്റി വെച്ചിട്ടുള്ള വലിയ പീസിനൊന്ന് റൗണ്ട് ആക്കുന്നുണ്ട്. അതിനുശേഷം ഒരു അടപ്പെടുത്തിട്ട് അതിനൊന്ന് കറക്റ്റ് ലെവലാക്കി കൊടുക്കാം. ഒരു സ്ഥലത്തും പൊങ്ങിയോ താന്നോ ഒന്നും കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സെയിം ലെവലിൽ കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിന് ആ ഒരു അടപ്പിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വിരൽ വെച്ചിട്ട് തന്നെ സൈഡിലുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഇതാണ് നമ്മൾ ഫ്ലവറിൻ്റെ താഴെ ബേസ് ആയിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ 2 ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് സിസേഴ്സ് വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൂടി വേണം നമുക്ക് ത്രെഡ് കോർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ പീസസൊക്കെ റൗണ്ട് ആക്കി എടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ അടപ്പ് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെയും 2 സൈഡിലും കട്ട് ചെയ്യുന്നുണ്ട് ആ അടപ്പ് വെച്ചിട്ട് തന്നെ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ വേണം കിട്ടാൻ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്യാം. ഈ ഓരോ പെറ്റൽസും ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് വേണം വെക്കാനായിട്ട്. ഇപ്പം ഞാൻ ഇതെല്ലാം ചെയ്തെടുത്തിട്ട് വരിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ പതുക്കെ ഇങ്ങനെ മടക്കി കൊടുക്കണം. ഒരു പെറ്റലിൻ്റെ ബാക്കിൽ അടുത്തത് വരുന്നത് പോലെ വേണം ചെയ്യാൻ. അതുപോലെ ഇങ്ങനെ എല്ലാം വരി വരിയായിട്ട് കിട്ടണം. ഇനി ഇതിൻ്റെ ഓരോ ഇതളുകളും റെഡിയാക്കിയിട്ട് നമുക്കൊരു റോസിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഈ ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിൽ എക്സ്ട്രാ വരുന്ന ക്ലേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇപ്പം നമ്മുടെ റോസ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഇതളുകളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു അടിപൊളി റോസാണ്. ഫസ്റ്റ് നമ്മൾ ബേസിന് വേണ്ടി സെറ്റാക്കി വെച്ച ആ ഒരു സർക്കിൾ ഷേപ്പ് ഞാൻ ഇതിൻ്റെ താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഉണങ്ങുന്നതിന് മുമ്പേ തന്നെ ഒട്ടിക്കണം. അപ്പം ഞാൻ ഫെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ റെഡും വൈറ്റും കളറാണ് എടുത്തിട്ടുള്ളത്, അക്രിലിക് പെയിൻറ്റ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഞാനൊരു ലൈറ്റ് പിങ്ക് കളറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഈ റോസിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കാം.
ഇപ്പോൾ ഫുള്ളായിട്ട് പിങ്ക് കളർ അടിച്ചിട്ട് അത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഡാർക്ക് റോസ് കളർ എടുത്തിട്ടുണ്ട്. ഇത് വിരലിൽ കുറച്ചെടുത്തിട്ട് ഈ പെറ്റൽസിൻ്റെയൊക്കെ ഏറ്റവും എൻഡിൽ മുകൾ ഭാഗത്ത് ഇതേപോലെ കുറച്ചൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ പെറ്റൽസിനും ഒരു ഡാർക്ക് ബോർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഡാർക്ക് റോസും ലൈറ്റ് പിങ്ക് കൂടി ആയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഇതിൻ്റെ ലാസ്റ്റ് പരിപാടി വാർണിഷ് അടിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇൻഡിഗോയുടെ സ്ലീക്ക് വാർണിഷാണ് എടുത്തിട്ടുള്ളത്. ഇത് 200 ml ബോട്ടിലിന് 70 രൂപയാണ്. ഇതിന് മുമ്പ് നമ്മൾ ഇതേപോലൊരു പെൻഡൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു സൺഫ്ലവറിൻ്റെ പെൻഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതിലും നമ്മൾ ഈ സെയിം വാർണിഷ് തന്നെയാണ് അപ്ലൈ ചെയ്തത്. അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ, ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം. ഇത് അടിച്ചതിന് ശേഷം നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഞാൻ ഏകദേശം ഒരു 15 hours വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ആ വാർണിഷിൻ്റെ ഗ്ലേസിംഗ് ഒക്കെ നന്നായിട്ട് അറിയാനുണ്ട്. വാർണിഷ് കൂടി അപ്ലൈ ചെയ്തപ്പോഴാണ് കറക്റ്റ് ആ തിളക്കമുള്ളൊരു റോസായിട്ട് തോന്നുന്നത്. ഇനി ഞാനൊരു ബ്ലാക്ക് ത്രെഡ് എടുത്തിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് ബീഡ്സ് കയ്യിൽ കോർത്ത് കൊടുത്തിട്ടുണ്ട്. എത്ര ലെങ്ത്തിലാണോ നമുക്ക് മാല വേണ്ടത് അത്ര ലെങ്ത്തിൽ വെച്ചിട്ട് ത്രെഡ് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഇതിലുണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഹോളിലൂടെ ഈ 2 എൻഡും കോർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. ഈ ക്ലേ പെൻഡൻറ്റിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കുക. പറ്റുമെങ്കിൽ 2-3 ത്രെഡ് എടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഉറപ്പായിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ കുറച്ചുകൂടി വലിയ ഹോൾ ഇടണം. അപ്പോൾ ഒരു ടൂളും ഇല്ലാതെ നമ്മൾ 20 രൂപയുടെ ക്ലേ കൊണ്ട് നല്ലൊരു അടിപൊളി റോസ് പെൻഡൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലേ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളിത് ഉറപ്പായാലും ചെയ്ത് നോക്കണം. കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ 2 കളർ കോമ്പിനേഷൻ വന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ട് തോന്നിയത്. നമുക്ക് ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിയിൽ ഇതേപോലെ പല കളേഴ്സിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ ഇതുപോലുള്ള വീഡിയോസിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യണേ.